എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. പഴുത്ത ചക്ക വരട്ടിയതും പിടിയും കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് 1 കപ്പ് പഴുത്ത ചക്ക അരച്ചത് വേണം. ഇത് ഞാൻ കഴിഞ്ഞ വർഷത്തെ ചക്ക വരട്ടി ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. നമുക്കിപ്പോൾ ഫ്രഷ് ചക്ക കിട്ടുമെങ്കിൽ അത് നന്നായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇതിൽ നിന്ന് ഏകദേശം 1 കപ്പ് ചക്ക അരച്ചതാണ് ഞാനിവിടെ പായസത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് പിടിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതിനെ കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതിൽ നിന്നും ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ പച്ചവെള്ളം ഒഴിച്ചാണ് ഇത് കുഴച്ചെടുത്തത്. ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഇതേപോലെ എല്ലാ ഉരുളകളാക്കിയതിന് ശേഷം നമുക്കൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് നന്നായി ഇതിനൊന്ന് വേവിച്ചെടുക്കാം. പിടിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് പിടിയൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞ് ഇനി അത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി പായസം വയ്ക്കാൻ വേണ്ടി ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരുന്ന ചക്ക 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇതൊന്ന് വരട്ടിയെടുക്കാം. ഞാനിതിവിടെ വരട്ടി വെച്ചിരുന്ന ചക്ക ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇട്ട് അടുപ്പിലിട്ട് വരട്ടിയാൽ മതിയാകും. ഫ്രഷ് ചക്കയാണെങ്കിൽ നല്ലപോലെ അത് നെയ്യിലിട്ട് വരട്ടിയെടുക്കണം. നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നന്നായി വന്ന് തുടങ്ങുന്ന സമയത്ത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടി യോജിപ്പിച്ച് കൊടുക്കാം. വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം ഫ്ലെയിം സിമ്മിലാക്കി ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും മൂടി തുറന്ന് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാൽ 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല കട്ടിയുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് അതിലേക്ക് കുറച്ച് ഏലക്കയും ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പായസം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ച് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പഴുത്ത ചക്ക ഉള്ളപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. സൂപ്പർ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.